ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അത് അളവുടുപ്പിൽ നിന്ന് അളവെടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതേപോലെ ഒരു ലൈനിങ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിടുക. അതിനു മുമ്പ് നമുക്കിതെല്ലാം ഒന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്ത് കറക്റ്റ് നീറ്റാക്കി എടുക്കുക. അതിനുശേഷം ഇതേപോലെ രണ്ടാക്കി ഇടുക. രണ്ടാക്കി ഇട്ടതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അതൊന്ന് ലെവലായിട്ട് ഇരിക്കാൻ വേണ്ടിയാണേ. നമുക്കിത് പോലെ ഒന്ന് വരച്ചെടുക്കാം. വരച്ചെടുത്തു. അതിനുശേഷം നമുക്കിതിൻ്റെ ഇറക്കം, ഇനി ആദ്യം ഇറക്കമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഫുൾ ലെങ്ത് ഈ അളവുടുപ്പിലെ ഇറക്കം വരുന്നത് 14.25 വരുന്നത്. ഇറക്കം നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഷോൾഡർ ജോയിന്റ് വരുന്നില്ലേ ഏറ്റവും ടോപ്പിൽ, ആ ഷോൾഡർ ജോയിന്റ് വരുന്ന അവിടെ നിന്ന് താഴോട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടുന്നത് അത് എടുക്കാം. അപ്പം അവരവരുടെ ബ്ലൗസിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത്. ഇതിപ്പം ഇതിൽ 14.25 വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പം ആ സൈഡ് ഭാഗത്തും ഇത്തിരി ഇറങ്ങിയാണ് ഇരിക്കുന്നത്. നടുക്ക് ഭാഗം ഇത്തിരി കയറിയും അരികു ഭാഗം ഇത്തിരി ഇറങ്ങിയാണ്. ആ ഭാഗത്തേക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ 14.25 നമുക്കവിടെ വന്നിരിക്കുന്നത്. ആ 14.25 എടുത്തു. അതിൻ്റെ കൂടെ ഞാനൊരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൂട്ടിയേക്കുന്നത്. മുകളിൽ അരയും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും താഴെ കാൽഭാഗം നമുക്കിതിന് 2 ഇഞ്ചിൻ്റെ ഒരു പടി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം അകത്തോട്ട് മറിച്ച് അടിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് താഴ്ഭാഗത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കാം. ഞാൻ അങ്ങനെ 14.25 3/4 15 ഇവിടെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഷോൾഡർ ആണ്. അപ്പം ഷോൾഡർ എത്രയാണ് കിട്ടിയേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടുത്തെ ഷോൾഡർ നമുക്ക് വന്നേക്കുന്നത് 5.5 ഇഞ്ചാണ് വന്നേക്കുന്നത് ഷോൾഡർ. അപ്പം ആ 5.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നെക്കിൻ്റെ അകലം, നെക്ക് വിട്ട് വന്നേക്കുന്നത് 2.25 ആ 2.25 കൂടെ അടയാളപ്പെടുത്തി കൊടുത്തു. അപ്പം നമുക്ക് ഈ ഷോൾഡർ ടോട്ടൽ ഷോൾഡർ 5.5 വന്നേക്കുന്നത് എങ്ങനെയെന്ന് ആദ്യം നമ്മൾ നെക്കിൻ്റെ അകലം നോക്കി. നെക്കിൻ്റെ അകലത്തിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചെടുത്തു. അതിനുശേഷം ഷോൾഡർ സ്ട്രിപ്പ് നോക്കി. ഷോൾഡർ സ്ട്രിപ്പ് നമുക്കിവിടെ വേണ്ടുന്നത് 2.5 അതിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 3.25 വന്നു. അങ്ങനെയാണ് ടോട്ടൽ 5.5 ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് നെക്കകലം നോക്കുന്നത് എങ്ങനെയാണെന്ന് ഇതേപോലെ ബ്ലൗസ് കറക്റ്റായിട്ടും ഇതേപോലെ മടക്കിയിടുക, വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ. അതിനുശേഷം ആ നെക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് പിന്നുകുത്തി കറക്റ്റാക്കി വെച്ചിട്ട് ഇതേപോലെ ഒരു സ്കെയിൽ വെച്ച് മുകളിൽ നിന്നുള്ള അളവ് കറക്റ്റായിട്ട് നോക്കുക. എന്നിട്ട് ആ താഴ്ഭാഗത്തേക്ക് അതേ ലെവലിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ വീഡിയോ കാണിച്ചില്ല ആ രീതിയിൽ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2.5 വരുന്നത്. 2.5 വരുന്നു. അതിനേക്കാളും 1/4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തുന്നത്. 1/4 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്തണം എന്ന് പറയുമ്പോൾ നമ്മളത് ക്രോസ് പീസ് വെച്ച് അടിച്ച് മറിക്കുമ്പോൾ 1/4 ഇഞ്ച് കൂടെ വൈഡായിട്ട് വരും. ഇനി നമുക്ക് ആ ഒരു മെത്തേഡ്, വേറെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കറക്റ്റാക്കി നിവർത്തിയിട്ട് ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ ഇത് 5 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. ഫുൾ കഴുത്തിൻ്റെ അകലമാണ് ആ വന്നിരിക്കുന്നത് 5 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടുന്നത് 2.5. മടക്കിയിട്ട് തയ്ക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 2.5 വേണ്ടത്. ആ 2.5യിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ 2.25 എടുത്തേക്കുന്നത്. അതേപോലെ ഇറക്കം നോക്കുന്നത് കണ്ടില്ലേ വീഡിയോയിൽ, ഇതേപോലെയാണ് നമ്മൾ ആ ഇറക്കവും നോക്കുന്നത്. മുകളിൽ ഇതേപോലെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് താഴോട്ട് ഇതേപോലെ എത്രയാണോ നമുക്ക് വേണ്ടുന്നത് അത്രയും അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇറക്കം എനിക്ക് വന്നിരിക്കുന്നത് 7 ഇഞ്ചാണ് വേണ്ടുന്നത്. ആ 7 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതേപോലെ ഷോൾഡറിൻ്റെ സ്ട്രിപ്പ് നമുക്ക് എത്രയാണെന്ന് അളവുടുപ്പിൽ നിന്ന് നോക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഈ
സ്ലീവ് ജോയിന്റ് വന്നിരിക്കുന്ന ആ ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ നെക്കിൻ്റെ അവിടത്തേക്ക് ആ ജോയിന്റ് വരുന്ന ആ ഭാഗത്രയും വെച്ച് നോക്കുമ്പോൾ 2.5 നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പം മറ്റുള്ള നിങ്ങളുടെ ഉടുപ്പിൽ എത്രയാണോ അത്രയാണ് എടുക്കേണ്ടുന്നത്. ഇപ്പം 2.5 ഇഞ്ച് ഷോൾഡർ സ്ട്രിപ്പ് വരുന്നുണ്ട്. ആ 2.5 ഇഞ്ച് അവിടെ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ നമ്മൾ കൊടുക്കണം. 3/4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കത് 1/2 ഇഞ്ച് സ്ലീവ് ജോയിന്റ് ചെയ്യുമ്പോൾ പോകും, 1/4 ഇഞ്ച് നെക്കിൻ്റെ അവിടെ അടിച്ചു മറിച്ച് വരുമ്പോൾ പോകും. അങ്ങനെയാണ് 3/4 ഇഞ്ച് ടോട്ടൽ എടുത്തേക്കുന്നത്. അങ്ങനെ ഷോൾഡർ സ്ട്രിപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 3/4 ഇഞ്ച് കൂടെ കൂട്ടണം. അപ്പം നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആദ്യം നമ്മൾ നെക്കിൻ്റെ അകലം കണ്ടുപിടിച്ച് എടുക്കുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്ട്രിപ്പ് എത്രയാണെന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കാം. അന്നേരം നമുക്ക് ആ ഷോൾഡർ കറക്റ്റ് കിട്ടും. ആ ഷോൾഡറിൻ്റെ അളവ് 5.5 അവിടെ അടയാളപ്പെടുത്തി അത് ഇതേപോലെ നമുക്ക് താഴോട്ട് മാറ്റി ഒന്നുകൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അത് ആം ഹോൾ വരയ്ക്കുമ്പോൾ അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതേപോലെ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിലൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോള് എങ്ങനെയാണെന്ന് നോക്കാം. ആം ഹോൾ 5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നു. അതേപോലെ മറു സൈഡിലോട്ട് മാറ്റി അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്പം ഈ ആം ഹോൾ 5 ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കൂടെ നമുക്കൊന്ന് അളവുടുപ്പിൽ നിന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ലൈൻ വരച്ച് എടുക്കാം. നമ്മൾ അളവെടുപ്പ് എടുക്കുക. അളവെടുപ്പ് എടുത്തതിന് ശേഷം ഇതേപോലെ ആ കൈക്കുഴിയുടെ ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതേപോലെ ആ ഷോൾഡർ സ്ട്രിപ്പ് വരുന്നില്ലേ, ആ ഷോൾഡറിൻ്റെ ജോയിന്റ് വരുന്ന ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടുന്ന് ആ കർവ് പോലെയാണല്ലോ ഒരു തയ്യൽ വന്നിരിക്കുന്നത്, കൈയുടെ ആ ഭാഗത്തെ തയ്യൽ വന്നിരിക്കുന്ന ആ ഭാഗം ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ടേപ്പ് വെച്ചതിന് ശേഷം താഴോട്ട് ഈ കാണിക്കുന്നില്ലേ അതേ രീതിയിൽ ഒന്ന് അടയാളപ്പെടുത്തുക. ഇങ്ങനെ നമ്മൾ ആം ഹോൾ എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കത് പുറകിൽ ഒരുപാട് ചുളുക്കമോ അങ്ങനെയോ ഒന്നും വരാതെ കറക്റ്റായിട്ട് പിടിച്ചു കിടക്കും. എന്നിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ അളവെടുത്ത് വരിക. ഇങ്ങനെ അളവെടുക്കുമ്പോഴത്തേനും ഇവിടെ കിട്ടിയിരിക്കുന്നത് 8.75. കണ്ടില്ലേ, ആം റൗണ്ട് ആണ് അത്, ആം ഹോൾ അല്ല, ആം റൗണ്ട് 8.75 കിട്ടി. നമ്മളിപ്പോൾ ആം ഹോൾ എടുത്തേക്കുന്ന 5 ആ 5 നമുക്ക് വരച്ചൊക്കെ നോക്കണം. ആ 5ൻ്റെ പകുതി ഒന്ന് അടയാളപ്പെടുത്താം. ആ 5 എടുത്തു, 5ൻ്റെ പകുതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. അവിടെ നമുക്ക് ഷോൾഡർ ജോയിന്റ് വരുമ്പോൾ 1/2 ഇഞ്ച് പോകുന്ന ആ ഭാഗമാണ്. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കണം. ചെസ്റ്റ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് അളവുടുപ്പെടുത്ത് നിവർത്തിയിടാൻ. രണ്ട് കൈക്കുഴിയുടെ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കൊടുത്തിട്ട് ഒരു കൈക്കുഴിയുടെ അവിടെ നിന്ന് മറു കൈക്കുഴി വരെയുള്ള വിട്ടാണ് നമുക്കത് എടുക്കേണ്ടത്. അതാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. ഇത് 20.25 ഇവിടെ വന്നിരിക്കുന്നത് ടോട്ടൽ. ഇതിപ്പോൾ നിവർത്തിയിട്ടേക്കുവാണ്, തുണി നമ്മൾ മടക്കിയിട്ടേക്കുകയാണ്. അപ്പം തുണി മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പകുതിയാണ് വേണ്ടത്. 10 പോയിന്റും മതി. 20.25 കിട്ടിയത്. അപ്പം അതിൻ്റെ പകുതി 10 പോയിന്റും നമ്മളവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്ക് അതൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ആ പകുതി അടയാളപ്പെടുത്തിയില്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ ആ ചെസ്റ്റ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ മുകളിൽ ഒരു 1/2 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ആ ചെസ്റ്റ് അടയാളപ്പെടുത്തിയില്ലേ ആ അവിടെ വരെ നമുക്കൊന്ന് അളന്ന് നോക്കാം.
ഇതേപോലെ റൗണ്ടിന് അളന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടിയ ആം റൗണ്ട് ഉണ്ടല്ലോ 8.25 ആ 8.25 അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ആ 8.25 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ 5 ആം ഹോൾ എടുത്തത് കറക്റ്റ് ആണ്. അപ്പൊ 8.25 അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആം ഹോള് 5 വരുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് അളവെടുപ്പ് കറക്റ്റായിട്ട് മടക്കി ഇതേപോലെ മടക്കി വെക്കുക. മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ വേസ്റ്റിൻ്റെ അളവ് അവിടെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ഇഞ്ച് ഒരു ഡാട്ട് പുറകിൽ വരുമല്ലോ, നമുക്ക് ആ ഡാട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി 1 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ കൊടുക്കാം. 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതേപോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കാം. 1 ഇഞ്ച് ഡാട്ടിന് വേണ്ടി അടയാളപ്പെടുത്തി കൊടുത്തു. അതേപോലെ തന്നെ 1.5 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടി കൊടുത്തു. അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലോത്ത് തയ്ച്ചതിന് ശേഷം അതിൻ്റെ ആ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് മടക്കി അടിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് നമുക്ക് ആ താഴ്ഭാഗത്ത് ആ വീഡിയോ കാണിക്കുന്ന ഭാഗം കണ്ടില്ല, അവിടെ ഒന്ന് കൊടുക്കാം. കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ആ ഭാഗം ഇങ്ങനെ താഴോട്ട് അധികം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് ഇറക്കം നമുക്കിവിടെ ബാക്ക് നെക്ക് ഇറക്കം 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. അതേപോലെ അതിൻ്റെ വീതി നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് 2.25 ഇഞ്ചാണ് മുകളിൽ അടയാളപ്പെടുത്തി കൊടുത്തത്. താഴെയാണെങ്കിൽ ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം 1/2 ഇഞ്ച് കൂടെ 1/4 ഇഞ്ച് കൂടെ കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അന്നേരം ഒരു അല്പം കൂടെ വൈഡായിട്ട് താഴെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം മുകൾ ഭാഗം 2.25 മതി, താഴെ 2.5 കൊടുത്തു. അതിനുശേഷം ഇതേപോലെ സ്ക്വയർ ആക്കി എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെ ആം ഹോൾ കർവ് ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചെടുത്തു. ഇപ്പം ബാക്ക് പാർട്ട് ഇത്രയേ ഉള്ളൂ. ബാക്ക് പാർട്ടിൻ്റെ ഭാഗം ഇത്രയും നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടാണ് വയ്ക്കേണ്ടത്. അതിനു മുമ്പ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കാണിക്കുന്ന ഈ രീതിയിലൂടെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇപ്പം ഇതിനു മുമ്പ് ഞാനൊരു ചുരിദാർ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നിങ്ങൾ കാണണം. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത ആ പീസ് എടുത്ത് ഇതേപോലെ മുകളിലോട്ടാക്കി ഞാൻ ഇട്ടിരിക്കുകയാണ്. അത് രണ്ടായിട്ട് മടക്കി ഇതേപോലെ ഇട്ടിരിക്കുന്ന ആ പീസാണത്. കണ്ടില്ലേ? നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിലാണ് ഫ്രണ്ട് പാർട്ട് അടയാളപ്പെടുത്തേണ്ടത്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെയായിരുന്നു നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം. ഈ പീസ് എടുത്ത് ഇതേപോലെ തന്നെ ഞാൻ തിരിച്ച് മുകളിലോട്ട് വെച്ച് കൊടുത്തു. അത്രയേ ഉള്ളൂ. കണ്ട, അതേപോലെ മുകളിലോട്ട് വെച്ച് കൊടുത്തു. ഓപ്പൺ മറു സൈഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഫോൾഡ് വശമാണ് നമ്മുടെ ഭാഗത്തേക്ക് വെച്ചേക്കുന്നത്. അങ്ങനെ വെക്കുമ്പോഴത്തേനും നമ്മൾ ആ നെക്ക് കട്ട് ചെയ്ത ഭാഗമാണ് ആ ഫോൾഡ് ഭാഗത്തേക്ക് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് അതേപോലെ വെച്ച് നമുക്കതിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ എടുത്തത്. കണ്ടില്ലേ? ഇപ്പം ഈ ബാക്ക് പീസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ നെക്കിൻ്റെ ഭാഗത്ത് തന്നെ അത് വന്നു. ആം ഹോളിൻ്റെ ഭാഗത്ത് ആം ഹോള് അതേപോലെ വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ അങ്ങനെ വരച്ച് ഒരു ലൈൻ അങ്ങ് കൊടുത്തു. അതിനുശേഷം നമുക്ക് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം.
എല്ലായിടവും ഒന്ന് അടയാളപ്പെടുത്തി, താഴ്ഭാഗം അടയാളപ്പെടുത്തണമെന്നില്ല, എങ്കിൽ ഞാൻ വെറുതെ ഒന്ന് അടയാളപ്പെടുത്തിയെന്നേ ഉള്ളൂ. എല്ലായിടവും ഇതേപോലെ കറക്റ്റായിട്ട് ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം അതങ്ങ് എടുത്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം നമ്മൾ കറക്റ്റ് ആണോ. നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തുക. ഒരല്പം വ്യത്യാസം വരും. അപ്പോൾ ഷോൾഡർ നമ്മുടെ 5.5 വേണ്ടത്. ആ 5.5 കറക്റ്റായിട്ടൊന്ന് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അളവ് നമ്മുടെ ടേപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്കത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അളവൊക്കെ കിട്ടും. അങ്ങനെ 5.5 അതൊന്നുകൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ആം ഹോൾ 5 അതും അടയാളപ്പെടുത്തി കൊടുക്കാം. മറു സൈഡിലോട്ടും അത് അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അത് ആ മുകളിലത്തെ ലൈൻ നമ്മളൊന്ന് വരച്ചില്ലേ, അതൊന്ന് മുകളിലോട്ട് മാറ്റി നേരെ നീട്ടി അങ്ങോട്ട് വരച്ചതാണേ. എന്നിട്ട് ആ 5 അടയാളപ്പെടുത്തി കൊടുത്ത് ഭാഗം ഒന്നുകൂടെ ക്ലിയർ ആക്കി വരച്ചു. അതിനുശേഷം അത് ക്ലിയർ ആക്കി വരച്ചെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തണം. 5 ആം ഹോളാണ്. ആ ആം ഹോളിൻ്റെ പകുതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് വരയ്ക്കണം. അതിന് മുമ്പ് നമ്മൾ ചെസ്റ്റാണ് അടയാളപ്പെടുത്തുന്നത്. 10 പോയിന്റും നമ്മുടെ ചെസ്റ്റ് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ആ 5ൻ്റെ പകുതി 2.5 അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ഒരു 1/2 ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തി. ഇതെല്ലാം ബാക്ക് പാർട്ട് അടയാളപ്പെടുത്തിയ പോലെ തന്നെയാണ്. എന്നിട്ട് അത് ഇതേപോലെ ആം ഹോൾ കർവ് ഉപയോഗിച്ച് ഒന്ന് വരച്ചു കൊടുത്തു. നെക്കിൻ്റെ വിട്ടും 2.25 അടയാളപ്പെടുത്തി. അതൊക്കെ നമ്മൾ ബാക്ക് പീസ് വെച്ച് അടയാളപ്പെടുത്തിയ ഭാഗങ്ങളാണ്. എങ്കിലും ഒന്നുകൂടെ ഒന്ന് തെളിച്ച് വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എങ്ങനെയാണെന്ന് നോക്കാം. അത് ഇതേപോലെ കണ്ട ഉടുപ്പ് 2ആയിട്ട് ഇതേപോലെ നിവർത്തി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. മുകളിൽ സ്കെയിലെടുത്ത് വെക്കുക. സ്കെയിൽ വെച്ച് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് വെച്ചതിന് ശേഷം ടേപ്പ് അവിടെ നിന്ന് താഴോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. താഴോട്ട് വെച്ച് നോക്കുക. നോക്കുമ്പോഴത്തേനും നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 എടുക്കണം. 5.25 പോയിന്റുമാണ് അവിടെ വന്നിരിക്കുന്നത്. എനിക്കിവിടെ 6 വേണം. അതിന് ഞാൻ 6 എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടുന്നത് അതെടുക്കാം. അതേപോലെ മുകളിൽ 2.25 നമ്മൾ കൊടുത്തിരിക്കുന്നത്. താഴെ 2.5 കൊടുക്കുന്നു, അല്പം കൂടെ വൈഡായിട്ട് കിട്ടാൻ. മുകളിൽ നമ്മുടെ കറക്റ്റ് അളവേ കൊടുക്കാവുള്ളൂ നെക്കിൻ്റെ അകലം കൊടുക്കുമ്പോൾ. കാരണം അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഊരി പോകുമ്പോഴൊക്കെ തോന്നും, നെക്ക് വൈഡായി പോകും. അതുകൊണ്ട് കറക്റ്റ് അളവ് കൊടുക്കുക. താഴെ നമുക്ക് അല്പം കൂടെ വൈഡാക്കി കൊടുത്താൽ ഇത്തിരി കൂടെ വൈഡായിട്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു വൃത്തിയായി കിട്ടുന്നത്. അതിനുശേഷം നമുക്കതൊന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതേപോലെ ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ട് നിവർത്തിയിട്ടു. അതിനുശേഷം ഫ്രണ്ടിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ ആ ബ്രസ്റ്റ് പോയിന്റ് വരുന്ന ആ ഡാട്ടുണ്ടല്ലോ, അവിടുത്തെ ആ ഭാഗത്ത് ഇതേപോലെ കൈകൊണ്ട് എടുക്കുക. അതിനുശേഷം ഷോൾഡർ ജോയിന്റ് അവിടെ നിന്ന് ചെയ്യുന്ന അവിടെ ഇതേപോലെ എടുത്ത് വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ. എന്നിട്ട് ആ കട്ടിങ്ങിൻ്റെ അവിടെ വരുന്ന ആ ജോയിന്റ് വരുന്നുണ്ടല്ലോ, ആ 3 ഭാഗവും നമുക്കവിടെ അളവ് വരുന്നതാണ്. കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിൻ്റെ ആ ഭാഗം. മുകളിൽ ഷോൾഡർ ജോയിന്റിൻ്റെ ഭാഗം, താഴെ നമ്മുടെ ഇറക്കം എത്രയാണോ വേണ്ടത് ആ ഇറക്കം വരുന്നത് അവിടെ വരെയാണ്. അപ്പോൾ നമ്മൾ ആ ഷോൾഡർ ജോയിന്റിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ടേപ്പ് ഇതേപോലെ എടുത്ത് വെച്ചതിന് ശേഷം താഴോട്ട് ഇതേപോലെ അളവെടുക്കുക. അളവെടുത്തപ്പോഴത്തേനും നമുക്ക് കിട്ടിയേക്കുന്നത് ഫ്രണ്ടിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 12 ഇഞ്ചാണ്. ഇതിനകത്ത് നമ്മൾ അളവെടുക്കുന്നതെല്ലാം ഒരല്പം കുറവുണ്ട്. അപ്പം ഈ അളവുടുപ്പിനേക്കാൾ എനിക്കെല്ലാം ഇത്തിരി കൂടെ കൂടുതലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 12 എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ 3/4 ഇഞ്ച് തയ്യൽത്തുമ്പേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ഫ്രണ്ടിന് കൊടുക്കണം.
12.25 ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ വരച്ചെടുത്തു. അപ്പം നിങ്ങളുടെ ഇറക്കം എത്രയാണോ അത്രയും എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. കാരണം താഴെ 1/2 ഇഞ്ച് മുകളിൽ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 12ഉം അതിൻ്റെ കൂടെ 3/4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡാട്ട് ഉണ്ടല്ലോ, ആ മെയിൻ ഡാട്ട്, അതിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് നോക്കണം. അപ്പം അത് ഇതേപോലെ വെച്ചതിന് ശേഷമാണ് ആ ഷോൾഡർ ജോയിന്റ് വരുന്ന ആ ഭാഗത്ത് ഇതേപോലെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ 1/4 ഇഞ്ച് ഒരു അല്പം അകത്തി വേണം വെക്കാൻ. കണ്ടില്ലേ, അവിടെ വരെ വന്നിരിക്കുന്ന ഡാട്ടിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് നമുക്ക് അവിടെ 9 വരേണ്ടത്. ആ 9 അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് കൂടെ കൊടുക്കണം. നമ്മൾ 9 കിട്ടുന്നത് കറക്റ്റ് കൊടുക്കത്തില്ല. കിട്ടുന്ന എത്രയാണോ നമുക്ക് അവിടെ ഡാട്ടിന്റെ ലെങ്ത് വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് കൂടെ ചേർത്ത് കൊടുക്കണം. ഇവിടെ 9 വന്നു, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി ഞാൻ 9.5 കൊടുത്തേക്കുന്നു. അപ്പം നിങ്ങൾക്ക് അവിടെ 8.5 കിട്ടണമെങ്കിൽ 9 എടുക്കാം. അതായത് ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. ഇനി നമുക്ക് വേണ്ടുന്നത് ഡാട്ടിന്റെ അവിടുന്ന് ആ ബ്രസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, അവിടുത്തെ ഒരു അകലമാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം അത് നമ്മൾ ആ ഹൂക്ക് പടി വരുന്ന ഭാഗത്ത് വേണം നോക്കാൻ. അപ്പം നമുക്ക് കറക്റ്റ് അത് മനസ്സിലാവുള്ളൂ. അപ്പം ഇത് ഞാനിങ്ങനെ ഒരു അളവുടുപ്പ് കറക്റ്റായിട്ട് നിവർത്തി ഇട്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ബ്രസ്റ്റ് പോയിന്റിന്റെ അളവ് കാണുന്നത് കണ്ടില്ലേ, ഇതാണ് ബ്രസ്റ്റ് പോയിന്റിന്റെ അളവ്. അപ്പം നമ്മൾ ഒരു ബോഡിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഈ 2 ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അളവ് നമ്മൾ ഇതേപോലെ വെച്ച് നോക്കും. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അളവ് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പകുതിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ നേരം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ കണ്ടില്ലേ, ആ ഹൂക്കുപടിയുടെ അവിടം വരെ വരുന്ന അതിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ബ്രസ്റ്റ് പോയിന്റിന്റെ അവിടെ നിന്ന് ആ ഹൂക്കുപടി വരെയുള്ള അളവാണ് നമ്മൾ നോക്കുന്നത്. അവിടെ വരെ നോക്കുമ്പോഴത്തേന് ഇവിടെ 4 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ടോട്ടൽ 8 ഇഞ്ച് വരും. അതായത് നമ്മൾ ഒരു ബോഡിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതിൽ 8 ഇഞ്ചാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ വേണ്ടുന്നത് 4 വേണ്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പോട് ചേർത്ത് 4.25 അടയാളപ്പെടുത്തി കൊടുത്തു. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഹൂക്കുപടി അയ്പടി ആ ഭാഗം വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1/4 ഇഞ്ച് പോകുന്നത്. അപ്പോഴത്തേനും അവിടെ ഒരു 4 ഇഞ്ച് 4.25 ഇഞ്ച് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. മുകളിൽ നിന്ന് താഴേക്ക് വന്നേക്കുന്നത് 9.5. എന്നിട്ട് സൈഡിൽ നിന്ന് വന്നേക്കുന്നത് 4.25. ഇനി നമുക്ക് ഇതിൻ്റെ ഡാട്ടിന്റെ വീതി എത്രയാണ് നമുക്ക് അളവെടുപ്പിന്ന് നോക്കാം. ഒരു ഡാട്ട് അടിക്കുമ്പം അതിനൊരു വീതി ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് നോക്കാം. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അളവെടുപ്പിന്ന് കറക്റ്റായിട്ട് നോക്കി അളവെടുത്ത് ചെയ്യുമ്പോൾ ആ അളവെടുപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അളവെടുപ്പിന്റെ അതേ അളവിൽ തന്നെ നമുക്കത് കിട്ടും. ഇതിൽ 1.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഡാട്ടിന്റെ വീതി. അപ്പൊ ആ 1.5 ഇഞ്ച് രണ്ട് സൈഡിലേക്ക് 1.5 ഇഞ്ച് വീതം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പൊ ഇതേപോലെ അടയാളപ്പെടുത്തി ഇനി നമുക്ക് അവിടെ ഒന്ന് വെച്ച് നോക്കണം. ആ ബ്രസ്റ്റിന്റെ അളവ് നമുക്ക് അതുപോലെ കിട്ടുന്ന കറക്റ്റായിട്ട് വരുമോ എന്ന് നോക്കാൻ വേണ്ടി
ഇതേപോലെ ആ ഡാട്ട് ഭാഗം ഉണ്ടല്ലോ, ഡാട്ട് ഇതേപോലെ ഒന്ന് വീഡിയോ കാണിച്ച രീതിയിലൊന്ന് പിടിക്കുക. ഹൂക്കിന് പടിയുടെ അവിടെ നിന്ന് ആ ബ്രസ്റ്റ് പോയിന്റ് വരെ അവിടെ കറക്റ്റായിട്ട് അവിടെ കറക്റ്റാക്കി വെക്കുക. നമ്മളൊരു 1/4 തയ്യൽ തുമ്പ് നമ്മുടെ കട്ട് ചെയ്യുന്ന തുണിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ ബ്രസ്റ്റ് പോയിന്റും ആ അളവ് നമ്മൾ ആ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തേക്ക് കറക്റ്റാക്കി വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബ്രസ്റ്റിൻ്റെ അത് ചില ഉടുപ്പിൽ നമുക്ക് ബ്രസ്റ്റ് പോയിന്റിൻ്റെ അളവായിരിക്കും കൂടുതൽ. അപ്പം അതിന് ഇതേപോലെ ഒന്ന് നമ്മൾ വെച്ചൊന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ 10 പോയിന്റും ആണ് നമ്മൾ ചെസ്റ്റ് അളവ് കൊടുത്തിരിക്കുന്നത്. അത് അടയാളപ്പെടുത്തി താഴെ ഞാൻ ആ ചെസ്റ്റിൻ്റെ അളവ് 10 പോയിന്റും ഉള്ളത് തന്നെ അവിടെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിന് അത്ര തന്നെ ഞാൻ അങ്ങ് കൊടുത്തു. അതിനുശേഷം വേസ്റ്റിൻ്റെ ആ അളവ് അത്ര മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ ഞാൻ ഇത്തിരൂടെ കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാനിവിടെ കാണിച്ചത്. എന്നിട്ട് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് വീതം കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്കവിടെ വരച്ചെടുക്കാം. കണ്ടില്ലേ, 10 പോയിന്റും ആ 10 പോയിന്റ് തന്നെയാണ് ഞാൻ താഴെ കൊടുത്തത്. അതിനുശേഷം തയ്യൽ തുമ്പ് 2 ഇഞ്ച് വീതം അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹൂക്ക് പടിയുടെ അവിടെ ആണേ, ഹൂക്ക് പടിയുടെ അവിടുത്തെ ആ ഒരളവുണ്ടല്ലോ നെക്കിൻ്റെ അവിടെ നിന്ന് ആ താഴോട്ട് നമുക്ക് ആ കട്ടിങ്ങിൻ്റെ അവിടെ ജോയിന്റ് വരുന്ന വരെ ഒരളവുണ്ട്. ആ അളവ് നമുക്ക് അവിടെ കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അല്ലെങ്കിൽ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് ഞാനിവിടെ കൊടുക്കുകയാണ്. ഈ ഉടുപ്പിന് എത്രയാണോ അതാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഉടുപ്പിന് എത്രയാണോ കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ താഴെ എത്ര പോകുന്നു മുകളിൽ എത്ര പോകുന്നു അത് നോക്കിയിട്ട് വേണം ആ തയ്യൽ തുമ്പ് അവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഞാനിവിടെ എത്ര കിട്ടിയോ അതിൻ്റെ കൂട്ടത്തിൽ 3/4 ഇഞ്ച് കൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ആ കൈക്കുഴി ഭാഗം വരുന്നിടത്തും ആ കൈക്കുഴിയുടെ അവിടുന്ന് താഴോട്ട് ആ കട്ടിങ്ങിൻ്റെ ജോയിന്റ് വരുന്നില്ലേ ആ ഭാഗം വരെയുള്ളത് അവിടെ എടുക്കുക. കണ്ടില്ലേ, അത് നമുക്ക് ഇതേപോലെ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്ത് അവിടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ജോയിന്റ് ചെയ്തെടുക്കണം. സ്കെയിൽ ഉപയോഗിച്ച് ഇതേപോലെ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ ആ വരച്ച ഭാഗം ഇതേപോലെ ഒന്ന് ചേർത്ത് വരച്ചെടുക്കാം. അതേപോലെ മറു സൈഡും. എല്ലാ ഭാഗങ്ങളും നമ്മളിത് പോലെ വരച്ചെടുത്തു. ഫ്രണ്ട് പാർട്ട് ഇത്രയാണുള്ളത്. ഇനി നമുക്കൊരു ഡാട്ട് കൂടെ വരും. ആ ഡാട്ടിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ അത് ആ മെയിൻ ഡാട്ട് അടിച്ചിട്ട് അതിൻ്റെ ആ നൂലിൽ പിടിച്ചിങ്ങനെ എടുക്കുമ്പോഴത്തേനും നമുക്ക് മറ്റേ ഡാട്ട് അടിക്കാനുള്ള ആ ഭാഗം ഇതേപോലെ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മളുടെ ഈ അളവുടുപ്പിലുള്ള അളവ് എത്രയാണെന്ന് നോക്കണം. മെയിൻ ഡാട്ടും മറ്റേ കൈക്കുഴിയുടെ അവിടെയുള്ള ആ ഡാട്ടും തമ്മിലുള്ള അകലം നമുക്ക് ഇതേപോലെ നോക്കാം. നോക്കുമ്പോൾ അത് എത്രയാണോ ആ അകലം തന്നെ ഇവിടെയും കൊടുക്കാം.
ഇപ്പൊ 2 ഇഞ്ച് അകലമാണ് വരുന്നത്. ഇത് മറിച്ചിട്ടിട്ട് ഇതേപോലെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതുകൊണ്ട് കൈക്കുട്ടിയുടെ അവിടെ നിന്ന് വരുന്ന ഒരു ഡാട്ടാണത്. ആ ഡാട്ടും മെയിൻ ഡാട്ടും തമ്മിലുള്ള അകലം കണ്ടില്ലേ? ഈ ഭാഗം അവിടെ 2 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ആ 2 ഇഞ്ച് നമ്മളവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ അതൊന്ന് വരച്ചെടുത്താൽ മതി. മൂന്നാമതൊരു ഡാട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ 2 ഡാട്ടാണ് ഉള്ളത് ഈ ഉടുപ്പിൽ. അതുകൊണ്ട് എനിക്ക് മൂന്നാമതൊരു ഡാട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വരയ്ക്കുന്നത്. ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിൽ മെയിൻ ഡാട്ടിൽ നിന്ന് ഒരു 2 ഇഞ്ച് വ്യത്യാസം അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ പകുതി അടയാളപ്പെടുത്താം. കണ്ടില്ലേ? ആ നെക്കിൻ്റെ അവിടുന്ന് നമ്മൾ ആ കട്ടിങ്ങിൻ്റെ അവിടെ വരെ വരച്ചേക്കുന്ന ആ ഭാഗം, അപ്പോൾ അതിൻ്റെ ആ വീഡിയോ കാണിക്കുന്ന അതേപോലെ അതിൻ്റെ പകുതി അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലൊരു ചെറിയ ഡാട്ട് 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ നമുക്കവിടെ കൊടുക്കാം. ഇനി നമുക്ക് അളവുകളെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം ഇതേപോലെ ഇറക്കം എത്രയാണോ അത് നോക്കുക. അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തിയത് കറക്റ്റ് ആണോ അത് നോക്കുക. അതിനുശേഷം കൈക്കുഴി ആം ഹോൾ അടയാളപ്പെടുത്തുന്നത്, അതേപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാട്ടിൻ്റെ വീതി, ഇതേപോലെ താഴ്ഭാഗത്തും അതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം അതുപോലെ നോക്കി അതേപോലെ നെക്കിൻ്റെ അകലം, അതേപോലെ നെക്കിൻ്റെ ഇറക്കം, ഷോൾഡർ സ്ട്രിപ്പ്, എല്ലാ ഭാഗങ്ങളും ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് അളന്ന് നോക്കാം. നെക്കിറക്കം എല്ലാം. എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ ആ ഭാഗങ്ങൾ അതേ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കണ്ട ആ പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ചേർത്തടിക്കുമ്പോഴത്തേന് അവിടെ നമുക്ക് പടി വെക്കാനൊക്കെയുള്ള ഒരു പീസായിട്ടാണ് ആ നെക്ക് ഭാഗം കിട്ടുന്നത്. പിന്നെ കൈക്കുഴിയുടെ ഭാഗവും അതേപോലെ ഒരെണ്ണം കിട്ടും. ഇതെല്ലാം നമുക്ക് തുണി അധികം വേസ്റ്റ് ആവാതെ കിട്ടും. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ് ഒക്കെ ഞാൻ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയിലാണ് കാണിക്കുന്നത്. ഇതേപോലെ നമുക്ക് മറു സൈഡിലും ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതേപോലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് മറു സൈഡിലും ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് മെയിൻ തുണിയിലേക്ക് എല്ലാം കട്ട് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് വശത്തായിട്ടായിരുന്നു നമ്മൾ ഈ നെക്ക് വരത്തക്ക രീതിയിലായിരുന്നു കട്ട് ചെയ്തത്. അപ്പോഴത്തേനും നമ്മൾ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കണം, ഓപ്പൺ ആക്കണം. നമ്മൾ കട്ട് ചെയ്ത അതിൻ്റെ ബാക്കി ഭാഗമാണിത്. അപ്പോൾ നമുക്കത് സ്ലീവ് കട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. എന്നിട്ട് ആ മുകളിലത്തെ ആ ഭാഗം നമുക്കത് ഒന്ന് ലെവലാക്കി കൊടുക്കാം.
ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ 4 പീസാണ്, 4ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. ആ ഫോൾഡ് ഭാഗം നമ്മുടെ വശത്തേക്കും ഓപ്പൺ മറു സൈഡിലേക്കാണ് വന്നേക്കുന്നത്. എന്നിട്ട് നമുക്ക് മോൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം സ്ലീവിന്റെ ഇറക്കം എത്രയാണോ അതനുസരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം നമുക്ക് അടിഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം, ലെവലാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ കൊടുത്തു. അതേപോലെ മറു സൈഡിലേക്ക് മാറ്റി 1 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തി കൊടുത്തേ. എന്നിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കാം. സ്ലീവ് ഇറക്കത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടി അതുകൂടെ അടയാളപ്പെടുത്തി കൊടുത്തു. 9.5 ആണെങ്കിൽ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. 8.5 ആണെങ്കിൽ 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ അതിനുശേഷം നമ്മൾ ആ താഴ്ഭാഗത്തുള്ള ആ അളവുണ്ടല്ലോ, കൈയുടെ താഴ്ഭാഗത്തെ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്ന ആ ഭാഗം, അവിടുത്തെയും കൂടെ ഇറക്കം എത്രയാണോ അതനുസരിച്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അളവുടുപ്പിന്റെ അതേ രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ ഇറക്കത്തിന്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ ചേർത്ത് മുകളിൽ 1/2 ഇഞ്ച് കൂടെ ചേർത്തിട്ട് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് അവിടെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. വരച്ചിട്ട് ഒന്ന് കർവായിട്ട്, കണ്ടില്ലേ, ഇതേപോലെ ഒരു കർവാക്കി അങ്ങ് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അളന്ന് നോക്കണം. 8.75 നമ്മുടെ ആം ഹോൾ വന്നേക്കുന്നത്. ആം ഹോൾ അല്ല, ആം റൗണ്ട് വന്നേക്കുന്നത് 8.75 ആ 8.75 അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 8.75 ആം റൗണ്ടും വേണം, പിന്നെ ബാക്കി നമുക്ക് തയ്യൽ തുമ്പും വേണം. ഇതിൽ കറക്റ്റ് 8.75 വരുന്നുള്ളൂ. തയ്യൽ തുമ്പ് നമുക്ക് അവിടെ ജോയിന്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്ക് സ്ലീവിന്റെ അടിഭാഗം എത്രയാണോ എന്ന് നോക്കാം. ആ കിട്ടിയ അളവ് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. 1.5 2 കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മുകളിലോട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കാണിക്കുന്ന ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കട്ട് ചെയ്ത ഈ ഭാഗം നമുക്കവിടെ ജോയിന്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതേപോലെ ചേർത്ത് വെച്ച് എടുക്കാം. അപ്പോൾ അധികം കിടക്കും നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം അതിൻ്റെ മധ്യഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവ് നമുക്ക് ലൈനിങ് പീസാണ് നമ്മൾ മെയിൻ ക്ലോത്തുമായിട്ട് ചേർത്തടിക്കുകയാണ്. അപ്പം നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ 1 ഇഞ്ചാണ് കൊടുത്തത്. അപ്പം അതിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് വ്യത്യാസം, 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ മതി നമുക്ക് മെയിൻ തുണിയായിട്ട് ചേർത്തടിക്കാൻ. ഞാൻ ഒരു 1/4 ഇഞ്ച് വ്യത്യാസം കൊടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. നമ്മൾ ലൈനിങ്ങുമായിട്ട് ചേർത്തടിക്കുമ്പോൾ, ലൈനിങ് തുണി മെയിൻ ക്ലോത്തുമായിട്ട് ചേർത്തടിക്കുമ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി നമുക്കിത്
രണ്ടായിട്ട് മടക്കിയിടാം. നമ്മുടെ ഇത് മെയിൻ തുണിയാണേ. ഈ തുണിയിലേക്ക് നമുക്ക് സ്ലീവ് ആദ്യം കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ടു. അതിനുശേഷം ഒന്നുകൂടെ മടക്കി കൊടുക്കാം. ഫോൾഡ് വശം നമ്മുടെ ഭാഗത്തേക്ക് ഓപ്പൺ സൈഡ് ഓപ്പൺ മറു സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പിന്ന് കുത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലൈനിങ് ക്ലോത്ത് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം അധികം കിടക്കുന്ന ആ തുണി നമുക്ക് വേണം. ലൈനിങ് കുറവാണ്. ലൈനിങ്ങിൽ നമുക്ക് പീസ് വെച്ച് അടിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കിട്ടി. ഇനിയാണ് നമുക്ക് മറ്റുള്ള ഭാഗങ്ങളും കൂടെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ ബ്ലൗസിന്റെ കട്ടിങ് പീസാണ് ഞാനിവിടെ ഇപ്പം കട്ട് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കറക്റ്റ് അളവിന് ആയിട്ട് മെയിൻ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ബാക്ക് പീസും ഫ്രണ്ട് പീസും ഞാൻ ഇതേപോലെ ഒരേ ലെവലിൽ വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ആ പിന്നെ കുത്തി കൊടുക്കുന്ന ഭാഗങ്ങൾ. അപ്പം നെക്കിൻ്റെ അവിടെയും ഒരേ രീതിയിൽ വരത്തക്ക രീതിയിലാണ് വെച്ചേക്കുന്നത്. ആം ഹോളിൻ്റെ അവിടെ ഒരേപോലെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി ഈ രീതിയിൽ തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ബാക്ക് പീസിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ അനുസരിച്ച് വേണം തുണി ഇട്ട് കൊടുക്കാൻ. ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടും. ഒരുപാട് വേസ്റ്റ് ആക്കി പോകാതെ ഇതേപോലെ കിട്ടും. കണ്ടില്ലേ, ആ പീസൊക്കെ നമുക്ക് ക്രോസ് പീസൊക്കെ കട്ട് ചെയ്യാൻ നേരമൊക്കെ എടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ബാക്ക് പീസ് ഇതാണ്. നമുക്കത് പിന്നുകുത്തി മാറ്റി വെക്കാം. അതിനുശേഷം ഫ്രണ്ട് പീസും കൂടെ നോക്കാം. ഇതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട്. ഫ്രണ്ട് പാർട്ടും എടുത്ത് ഇതേപോലെ നമുക്ക് കറക്റ്റ് ആക്കി വെക്കാം. ഫോൾഡ് വശം ഉള്ളത് നമുക്കതൊന്ന് ഓപ്പൺ ആക്കി കൊടുത്തേ. ഫ്രണ്ട് പീസ് ഓപ്പൺ ആണല്ലോ, ആ ഭാഗവും നമ്മളങ്ങ് ഓപ്പൺ ആക്കി കൊടുത്തു. അതിനുശേഷം ഇതേപോലെ കറക്റ്റാക്കി രണ്ട് പീസും ഒരേപോലെ വരത്തക്ക രീതിയിൽ വെച്ചു. അതിനുശേഷം പിന്നും കുത്തി കൊടുത്തു. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കാണണം വീഡിയോ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യണം. ബ്ലൗസ് കട്ടിങ് എളുപ്പമാണ്. നമ്മൾ നല്ലപോലെ പഠിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാവും.
ഓക്കെ.